നമസ്കാരം. ഇറ്റ്സ് മീ അനുറാം. മീനിങ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ സെയിൽസ് ടിപ്സിനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ സെയിൽസ് ടിപ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ക്ലോസിംഗ് ടിപ്സ്, എല്ലാവരും പറയും ക്ലോസിംഗ് ടിപ്സ് എന്ന് പറയും. ആക്ച്വലി ഈ ക്ലോസിംഗ് ടിപ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഷയിൽ പറയുന്ന സ്ഥലത്ത് ഇത് ഓപ്പണിംഗ് ടിപ്സാണ്. നമ്മളൊരു സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിലൂടെ നമ്മൾ ഒരുപാട് സെയിൽസിലേക്ക് കടക്കാനുള്ള ഓപ്പണിംഗ് ആണ്. അവിടുന്ന് അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ പരിചയക്കാർ, അങ്ങനെ എല്ലാവരിലേക്കും അവരുടെ റെഫറൻസിലൂടെയും കാര്യങ്ങളിലൂടെയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ക്ലോസിംഗ് ടിപ്സ് ഞാൻ ഒരു രീതിയിൽ പറയാം. നമ്മൾ സെയിൽസ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ചെയ്യേണ്ടത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ക്ലോസിംഗ്. അതായത് നമ്മുടെ ബന്ധുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ കണ്ട് നമുക്ക് അവരെ ചേർക്കാവുന്നത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ക്ലോസിംഗ്. രണ്ടാമതായിട്ട് വരുന്നത് പപ്പിഡോ ക്ലോസിംഗ് ആണ്. നമ്മൾ ഫാമിലി ഫ്രണ്ട്സിലെ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവർക്ക് വേണ്ടുന്ന സ്കീമുകളാക്കി പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് പപ്പിഡോ ക്ലോസിംഗ്. മൂന്നാമതായിട്ട് വരുന്നതാണ് കമീലിയൻ ക്ലോസിംഗ്. നമുക്ക് ഒരുപാട് തരം ആൾക്കാരുണ്ട്. നമ്മൾ ഈ പറയുന്ന ലിസ്റ്റാക്കി കഴിഞ്ഞാൽ അതിൽ പെടുന്ന ആൾക്കാരിൽ ഒരുപാട് തരം ആൾക്കാരുണ്ട്. നമ്മൾ അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാർ പോലും ഈ വിവാദത്തിൽപ്പെടുന്ന കമീലിയൻ എന്ന് വെച്ചാൽ ഓന്തെന്ന അർത്ഥം. ഈ ഓന്തിനെ പോലെ നിറം മാറുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഓന്തിനെ പോലെ തന്നെ അവർക്ക് ഡേറ്റ് തരാൻ പറ്റില്ല, ഡേറ്റ് തരില്ല, പൈസ തരാമെന്ന് പറഞ്ഞാൽ പൈസ തരില്ല, ഇല്ലെങ്കിൽ വാങ്ങിക്കുക എന്ന് ഓൾറെഡി പറയും, പിന്നെ വാങ്ങിക്കില്ല. ഇങ്ങനെ ഒരുപാട് ഈ കാര്യത്തിലേക്ക് വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട്. അവരെയും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഉള്ളതാണ് സെക്യൂരിറ്റി ക്ലോസിംഗ്. നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ സെക്യൂർഡ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അവർക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളതാണ് ഫാൻറ്റസി ആൻഡ് ഇൻടാഞ്ചിബിൾ ക്ലോസിംഗ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ കൂട്ടി പറയുന്ന പറയുന്നില്ലേ. നമുക്ക് വേണ്ടുന്ന രീതിയിൽ ടോൺ മോഡുലേഷൻ വരുത്തി അവർക്ക് വേണ്ടുന്ന രീതിയിൽ സംസാരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് അവർക്ക് ഇൻട്രസ്റ്റീവ് ആകുന്ന രീതിയിൽ പറഞ്ഞ് ആ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനൊരു കഴിവുണ്ടാക്കിയെടുക്കുന്ന ആ രീതിയാണ് ഫാൻറ്റസി ആൻഡ് ഇൻടാഞ്ചിബിൾ ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഡോണ്ട് ഡു കെയർ ക്ലോസിംഗ്. നമ്മൾ പലപ്പോഴും പല സാധനവും അല്ലെങ്കിൽ പ്രൊഡക്റ്റും കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങിക്കാൻ അവർക്ക് വാങ്ങിച്ചിട്ടില്ല എങ്കിൽ, ഇതിപ്പം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ അത് ബുദ്ധിമുട്ടായി വരും എന്ന രീതിയിൽ പറയുന്ന ഒരു ക്ലോസിങ്ങിനാണ് നമ്മൾ ഡോണ്ട് ഡു കെയർ ക്ലോസിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഈഗോ ക്ലോസിംഗ്. നമ്മൾ പോയി കാണുന്ന ഒരു 80% ആൾക്കാരും ഈഗോ ഉള്ളവരായിരിക്കും. അപ്പോൾ അതിൽ അവർക്ക് ഈഗോ ഉള്ളവരെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിൽ ഈഗോ ക്ലോസിംഗ്. ഇത്തരത്തിൽ ഒരു 7 തരം ക്ലോസിംഗ് ഉണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു അസംഷൻ ക്ലോസിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി നമുക്ക് ക്ലോസിങ്ങിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മുൻകൂട്ടി തയ്യാറായി അവർ വാങ്ങിച്ചു എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വാങ്ങിച്ചു എന്നതിന് ശേഷം രീതി സംസാരിക്കുന്ന രീതി ഉടലെടുക്കുന്ന ഒരു സംഗതി അസംഷൻ ക്ലോസിംഗ്. ഈ 8 തരം ക്ലോസിങ്ങിനെ കുറിച്ചും ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോസായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോസിങ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കൂടിയുള്ള ജോലി ചെയ്യുന്നവർക്കോ കൊലീഗ്സ് ആയിട്ടുള്ളവർക്കോ ഇല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കോ ഇത് അയക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ക്ലോസിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്കും ഇത് അറിയാൻ താല്പര്യമുള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തിലേക്കും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സഹകരിക്കുക. എല്ലാവർക്കും ഞാനൊരു ശുഭദിനം നേരുന്നു.